ഒരു തുപ്പുനീരും അത് നിലത്ത് വീണ് ഇല്ലാ വക്കാത്ത് ഫീ കഫി റജുലും മിൻഹും. സ്വഹാബാക്കൾ എന്ന് ഒരാളുടെ കയ്യിൽ അത് വീണിട്ടല്ലാതെ. നിങ്ങൾ എൻ്റെ ഈ വസ്ത്രമായിട്ട് പോകൂ, എന്നിട്ട് ഫൽഖുഹു അല വജ്ഹി അബി, എൻ്റെ ഉപ്പാന്റെ മുഖത്ത് ഈ വസ്ത്രം ഇടൂ, അങ്ങനെ ഇട്ടാൽ യഅ്തി ബസീറ, ഉപ്പാന്റെ കാഴ്ച തിരിച്ചുവിട്ടു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസാധാരണ മനുഷ്യരല്ലെങ്കിൽ പിന്നെന്താണ്? അവർ 1,00,000 ആളുകളുണ്ടെങ്കിലും കഫാനാമ റസൂലില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വള്ളവർക്ക് മതിയായിരുന്നു. നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് തബറുക്ക്, തത്വം, മഹത്വം എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല തരത്തിലുള്ള ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ നൽകുന്ന ആളുകളുണ്ട്. എന്നാൽ എന്താണ് ഈ ഒരു വിഷയം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്നാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഉസ്താദെ, എങ്ങനെയാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്? നമ്മളിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാധാരണ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. സ്വാഭാവികമായിട്ടും അസാധാരണ വ്യക്തിത്വമുള്ള ആളുകളോട് എങ്ങനെയാണ് അനുയായികൾ സമീപിച്ചിരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുയായികൾ എങ്ങനെയാണ് നബിതങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ, ഒരു വ്യക്തി അസാധാരണ വ്യക്തിത്വമാകുമ്പോൾ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അസാധാരണത്വം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. ഒരു വ്യക്തി അസാധാരണ വ്യക്തിത്വമുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ ഏത് വിഷയം, ഭൗതിക വിഷയങ്ങളിലാണെങ്കിലും നമ്മളെ സാധാരണ പോലെ അല്ല അയാൾ ജീവിക്കുന്നെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ കുറെ നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ മഹത്വം എന്തെങ്കിലുമൊക്കെ തരത്തിലുണ്ടാവും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണ വ്യക്തിത്വമാണ്, നമ്മളെപ്പോലൊരു സാധാരണ മനുഷ്യനല്ല എന്ന് ബോധ്യപ്പെട്ടാൽ നബിതങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഈ അസാധാരണത്വം കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, അത്ഭുതകരമായ ഒരുപാട് സംഭവങ്ങൾ നബിതങ്ങൾ ഉപയോഗിച്ച വസ്തുക്കളുമായി ബന്ധപ്പെട്ട്, നബിതങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ടൊക്കെ ചരിത്രങ്ങൾ ഇഷ്ടംപോലെ ധാരാളം സ്വഹീഹ് ഹദീസിന്റെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. രോഗശമനത്തിന് വേണ്ടി നബിതങ്ങളെ സമീപിച്ചത്, നബിതങ്ങളുടെ വസ്ത്രം ഉപയോഗിച്ചത്, നബിതങ്ങളുടെ വിയർപ്പ് ഉപയോഗിച്ചത്, നബിതങ്ങളുടെ താടി രോമങ്ങൾ, തലമുടി രോമങ്ങളൊക്കെ ഉപയോഗിച്ച്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ഈ വിഷയത്തിൽ നബിതങ്ങൾ അസാധാരണ വ്യക്തിത്വമാണ്, നബിതങ്ങളുമായി ബന്ധപ്പെട്ടവയും അസാധാരണം തന്നെ എന്നതാണ് ഈ തബറുക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ്. ഇതിൽ കുറച്ച് സംഭവങ്ങൾ പറയാന്നുള്ളതാണ് നമ്മൾ ഈ വിഷയത്തിൽ ഉദ്ദേശിക്കുന്നത്. ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണ മനുഷ്യനാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ സാധാരണ മനുഷ്യനാണ് എന്ന് നമ്മൾ ആയത്തുകൾ കൊണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു. അത് സ്വഹാബാക്കൾ അതിനെ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതും അവർ ഈ വിഷയത്തിൽ സമീപനിത്ത പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാലോ. ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ സ്വഹിയായ ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ തുപ്പുന്ന തുപ്പുനീര് അത് ഒന്നുപോലും നിലത്ത് വീണിട്ടില്ല. ഒരു തുപ്പുനീരും അത് നിലത്ത് വീണ് ഇല്ലാ വക്കാത്ത് ഫീ കഫി റജുലും മിൻഹും. സ്വഹാബാക്കൾ എന്ന് ഒരാളുടെ കയ്യിൽ അത് വീണിട്ടല്ലാതെ. ഏതോ ഒരു സമയത്തിന് പെങ്ങൾ തുപ്പിയപ്പോൾ ഏതോ ഒരു സഹാബി കൈ കാട്ടി സ്വീകരിച്ചു എന്നല്ല. ഇവിടെ പറഞ്ഞത് റസൂലുള്ളാഹി തുപ്പിയ ഒരു തുപ്പുനീരും നിലത്ത് വീണിട്ടില്ല. ഇല്ലാ വക്കാത്ത് ഫീ കഫി റജുലും മിൻഹും, ഒരു സ്വഹാബിൻ്റെ കയ്യിൽ വീണിട്ടല്ലാതെ. നബി തങ്ങൾ മൂക്കിൽ നിന്ന് പിടിച്ചതോ എവിടെ നിന്ന് പിടിച്ചാണെങ്കിലും ഒന്നും നിലത്ത് വീണിട്ടില്ല. ഇല്ലാ വക്കാത്ത് ഫീ കഫി റജുലും. അപ്പോൾ വല്ലാത്തൊരു സംഭവമാണല്ലോ അത്. അപ്പോൾ ഇതിനു വേണ്ടി ഇങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇവർ ഇതിനു വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന പോലെ, കാരണം ഒരു മനുഷ്യനെ എപ്പോഴാണ് തുപ്പുക, എപ്പോഴാണ് കഫൻ തുപ്പുക എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇവരിങ്ങനെ കൂടെ നിബിധങ്ങൾ എപ്പോഴും സ്വഹാബാക്കളുണ്ട്, അതൊന്നും നിലത്ത് വീണിട്ടില്ല. ഇല്ലാ വക്കാത്ത് ഫീ കഫി റജുലും മിൻഹും, ഒരു സ്വഹാബിൻ്റെ കയ്യിൽ വീണിട്ടല്ല. ഇനി കയ്യിൽ ഇത് എടുത്തിട്ട് ഇത് കൊണ്ടുപോയിട്ട് കഴുകിക്കളി. നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ഉമ്മാക്ക് വാപ്പാക്കൊക്കെ സുഖമില്ലാതായി കഴിഞ്ഞാൽ എണീക്കാൻ പറ്റാൻ ചിലപ്പോൾ നമ്മൾ കപ്പൊക്കെ ചിലപ്പോൾ കൈയാട്ടി സ്വീകരിക്കും ഉമ്മാരുടെ സ്നേഹത്തിൻ്റെ ഭാഗം. എന്നിട്ട് അത് കൊണ്ട് നമ്മൾ കഴുകിക്കളി, നമ്മൾ കൈയൊക്കെ നല്ല സോപ്പിട്ട് റെഡിയാക്കും. ഇതല്ല. എന്നിട്ട് പിന്നെ അവരെന്താ ചെയ്യുന്നത്? അവരതുകൊണ്ട് മുഖത്തും ശരീരത്തിലും പറ്റുന്നു. ഇങ്ങനെ ഒരു നേതാവിനെ ഇത് നിഷേധിക്കാൻ പറ്റാത്ത ഏറ്റവും സ്വഹീഹായ ബുഖാരിയിലും മറ്റും കൊടുത്ത ഹദീസാണ്. ലോക ചരിത്രത്തിൽ വേറെ കാണാൻ പറ്റും. ഏത് പ്രസ്ഥാനാണെങ്കിലും ഏതാണെങ്കിലും അയാൾ തുപ്പുന്ന തുപ്പുനീര് പിന്നെ തഹത്തം നഹാമത്തൻ എന്നൊക്കെ പറയണ്ടേ, കഫം പിടിച്ചിട്ട് ഒന്നും നിലത്ത് വീണിട്ടില്ല. ഒക്കെ സഹാബക്കൾ ഇടിക്കുക, മുഖത്ത് പറ്റുക, ശരീരത്തിൽ പറ്റുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസാധാരണ മനുഷ്യരല്ലെങ്കിൽ പിന്നെന്താണിത്? പിന്നെ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളു എടുക്കുന്ന വെള്ളം, ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ തിക്കും തിരക്കും കൂടാണ്. വെള്ളം കിട്ടാൻ വേണ്ടി കാതു യക്കത്തത്തിലൂനാലാ വധൂഹീന്ന ഹദീസിന്റെ ഭാഗം. അവർ ഉളു എടുക്കുന്ന വെള്ളത്തിന് വേണ്ടി യുദ്ധത്തിന്റെ വക്കിലെത്തിയെന്ന്. നമ്മളെ നാട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും ഫ്രീ ആയിട്ട് വല്ല കൊടുക്കണത് ഇത് ഓഫർ എന്തുകൊണ്ട് അതിപ്പോ കഴിഞ്ഞു പോകുന്നല്ലേ വേചാറില്ലേ. ഇവർ ഈ വെള്ളം കിട്ടാൻ വേണ്ടി അവർ കാതു യക്കത്തത്തിലൂന അലാ വധൂഹി, ഒരു സാധാരണ മനുഷ്യന് ഉളു എടുത്ത വെള്ളം വേറെ ആള് അത് എടുത്തു കൊണ്ടുപോകണമെങ്കിൽ, ഒരു യുദ്ധ സമയത്ത് ഒരു അണിനിരത്തുമ്പോൾ സഫ് കെട്ടുമ്പോൾ ഒരു
കോല് കൊണ്ട് ആ അതെ അതെ അതെ. കുത്തി അവസാനം റസൂലിന്റെ കുപ്പായം അയച്ച് കെട്ടിപ്പിടിക്കണം എന്നുള്ള ആ, അവർക്ക് അതെ, അതിന്റെ അതെ, ഇതിൽ അതെ, കൂട്ടി അതെ. വായിക്കേണ്ടതാണ് അതെ, അതെ. തീർച്ചയായും തീർച്ചയായും. ഒരുപാട് വേറെ യുദ്ധ സമയത്തിൽ സ്വഹാബാക്കൾ വന്നിട്ട് പറയുന്നത് വെള്ളമില്ല റസൂല്, നമ്മളടുത്ത് വെള്ളമില്ല. അപ്പൊ റസൂൽ ചോദിച്ചു ആരത്തെങ്കിലും കുറച്ച് വെള്ളം ഉണ്ടോ? അപ്പോൾ ഒരിത്തിരി വെള്ളം ഒരാളത്തുണ്ട്. ആ വെള്ളത്തിൽ കൊണ്ടുവന്നിട്ട് അതിൽ റസൂൽ കൈവച്ചു. കൈവച്ചപ്പോൾ വെള്ളം ഇങ്ങനെ വരികയാണ്. വെള്ളം വരിക എന്ന് പറഞ്ഞാൽ എത്ര വെള്ളം വരും? കുറച്ച് വെള്ളമല്ല, കയ്യിനുള്ളിൽ നിന്നായി വെള്ളം വരുന്നേ. വെള്ളം ഇങ്ങനെ വന്നിട്ട് അവർ 1500 ആളുകൾ കുളിച്ചു, 1500 ആളുകൾ കുടിച്ചു, 1500 ആളുകൾ വുളു എടുത്തു. അപ്പോൾ എത്ര ലിറ്റർ വെള്ളം വേണ്ടി വരും? ഈ വെള്ളം മുഴുവൻ കയ്യിൻ്റെ ഉള്ളിലൂടെ വന്നു എന്നാ. എന്നിട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ജാബിർ തങ്ങൾ പറയാണ്, അവർ ലൗകാനു പിന്നെ മിഅത്ത് അൽഫിൻ, അവർ 1,00,000 ആളുകളുണ്ടെങ്കിലും കഫാനാമ റസൂലില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം അവർക്ക് മതിയായിരുന്നു. 1,00,000 ആളുണ്ടെങ്കിൽ 1,00,000 ആൾക്ക് കുളിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ള വെള്ളം ഈ കൈൻ്റെ വില കൊണ്ട് വരിയിരുന്നു. ആ തോതിൽ നമ്മളെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ 5 HP മോട്ടറിൽ വെള്ളം വരുന്ന മാതിരി ഈ കൈയിൻ്റെ വില കൂടി വെള്ളം ഇങ്ങനെ വരികയാണ്. ഇതൊരു സാധാരണ മനുഷ്യൻ നടക്കുമോ? അപ്പോൾ ഇത് വർക്കത്തെടുക്കാമല്ലോ, ഞാൻ ആ ചർച്ചയിലൂടെ പോയതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഇത്തരം ഒരുപാട് സംഭവങ്ങൾ കാണാം. അപ്പോൾ അതിൻ്റെ ഭാഗമായി സ്വഹാബാക്കൾ അവിടുത്തെ ഉമിനീര്, അവിടുത്തെ വിയർപ്പ്. ഉമ്മു സുലൈം ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ റസൂല വന്ന് രാത്രി കൈലൂത്ത് ഉറങ്ങും. റസൂല രാത്രിയില്ല പകല് കൈലൂത്ത് ഉറങ്ങും. അപ്പോൾ ഉറങ്ങുന്ന സമയത്തിൽ ഉമ്മു സുലൈം ബിബി റസൂലിൻ്റെ വിയർപ്പ് നല്ല എടുത്തിട്ട് കുപ്പിയിലാക്കി വയ്ക്കുക. വിയർപ്പ് കുപ്പിയിലാക്കി വയ്ക്കുക, അതാ 36 പണി. ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹീഹ് ഹദീസാണ്. അത് കുപ്പിയിലാക്കി വെച്ചു. ഒരിക്കൽ റസൂൽ ഉണന്നപ്പോൾ ഉമ്മു സുലൈം ബിബി വിയർപ്പെടുക്കുകയാണ്. അപ്പോൾ റസൂൽ ചോദിച്ചു, അല്ല എന്താ ഉമ്മു സുലൈം ബിബി ചോദിച്ചു? അപ്പോൾ പറഞ്ഞു, ഇത് ഞാൻ നിങ്ങളെ വിയർപ്പെടുക്കുകയാണ്. എന്താണെന്ന് വെച്ചു, ഇത് ഞങ്ങൾക്ക് ബർക്കത്ത് എടുക്കാനാണ്, സുഗന്ധദ്രവ്യമായിട്ട് ഉപയോഗിക്കാനുമാണ്. നമ്മളെ വിയർപ്പ് എന്തിനാ ഉപയോഗിക്കുക? സുഗന്ധദ്രവ്യം. സാധാരണ മനുഷ്യന്റെ വിയർപ്പ് നമുക്ക് നമ്മളെ വിയർപ്പ് പറ്റൂല. നമ്മളെ വിയർപ്പ് സുഗന്ധദ്രവ്യമാക്കാനും ബർക്കത്ത് എടുക്കാനുമാണ്. അപ്പൊ എന്നാ റസൂൽ പറയണ്ടേ, ഈ ജാതി സിർക്കൊന്നും ചെയ്യണം മുസ്ലിം, ഇതൊക്കെ സിർക്കാണെന്നല്ലേ പറയണ്ടേ? റസൂൽ പറഞ്ഞ അസബത്തി, നീ ചെയ്തത് സവാബാണ്, ഇതാണ് ശരി എന്ന് കൃത്യമായിട്ട് റസൂൽ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനത്തെ എത്ര 100 കണക്കിനെന്ന് പറഞ്ഞാൽ പോരാ സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്തിലേക്ക് കാണാം. അത് വസ്ത്രം കൊണ്ട് അസ്മാ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയായ അസ്മാ റളിയല്ലാഹു അൻഹ അവർ പറയുന്നുണ്ട്, ഒരു സുദീർഘമായ ഒരു ഹദീസാണ്. ആ ഹദീസിൽ മഹദി പറയുന്നുണ്ട്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം കൊണ്ട് ബറക്കത്ത് എടുക്കാറുണ്ടായിരുന്നു. നബി തങ്ങൾ ധരിച്ചിരുന്ന ഒരു ജുബ്ബ, ആ ജുബ്ബ ഉപയോഗിച്ചുകൊണ്ട് മഹദി പറയുകയാണ്, ഹാദിഹി കാനത്ത് ഇൻദ ആയിഷ റളിയല്ലാഹു അൻഹ, ഇത് ആയിഷ ബീവിന്റെ അടുത്തായിരുന്നു ഈ ജുബ്ബ. വലിയൊരു സംഭവമാണ്. ആ സംഭവത്തിന്റെ അവസാനം പറയുകയാണ്, ഇത് ആയിഷ ബീവിയുടെ അരികിലായിരുന്നു ഈ ജുബ്ബ ഉണ്ടായിരുന്നത്. അങ്ങനെ ഹത്ത ഖുബിലത്ത്, ആയിഷ ബീവിയുടെ റൂഹ് പിരിയുന്നത് വരെ, മഹദി വഫാത്താകുന്നവരെ. ഫലമ്മ ഖുബിലത്ത് ഖബൽതുഹ, അങ്ങനെ ആയിഷ ബീവി വഫാത്തായപ്പോൾ പിന്നെ അത് എൻ്റെ അധീനതയിലായി മാറി. വക്കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസുഹ, നബി തങ്ങൾ ഇത് ധരിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല ധരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യല്ല, ഹിസ്റ്ററി വിശദീകരിക്കല്ല. ഫനഹ്നു നഗ്സിലുഹാ ലിൽ മർള, ഞങ്ങൾ അത് കഴുകിയിട്ട് രോഗികൾക്ക് വേണ്ടി ആ വസ്ത്രമിട്ട് കഴുകുമായിരുന്നു. എന്നിട്ട് യുസ്തഷ്ഫ ബിഹ, അതുകൊണ്ട് ഷിഫാ തേടുമായിരുന്നു. നബിതങ്ങളുടെ വസ്ത്രമിട്ട വെള്ളം കൊണ്ട് രോഗികൾക്ക് ഷിഫാ തേടുമായിരുന്നു. ഇതാണ് തബറുക്ക്, ബർക്കത്തെടുക്കാൻ. നബിതങ്ങളുടെ വഫാത്തിന് ശേഷം, ആയിഷ ബീവിയുടെ വഫാത്തിന് ശേഷം ഈ വസ്ത്രം ആരുടെ കയ്യിൽ വന്നു? മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ വന്നു. എന്നിട്ട് അവരുടെ അരികിൽ രോഗികൾ വന്നാൽ ഈ വസ്ത്രം വെള്ളത്തിലിടും, ഈ വെള്ളം അവർക്ക് കൊടുക്കും, രോഗശമനത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുമായിരുന്നു. ഇത് ഒന്നും കൂടി ചിന്തിക്കേണ്ടാണ് ഈ ചരിത്രം. നബി തങ്ങളെ വഫാത്തിന്റെ ശേഷമാണ്. മരിച്ച സമയത്ത് മാത്രമല്ല, മരിച്ചതിന് ശേഷമാണ്. ഒന്ന്. രണ്ടാമത് ശരീരത്തിന്റെ ഭാഗമല്ല, വസ്ത്രം, ശരീരത്തിൽ നിന്ന് പൊട്ടിയതാണ്. അപ്പൊ നബിതങ്ങളോട് ചേർന്ന സാധനത്തെ പോലും ഇത് കിട്ടുകയാണ്. അസാധാരണത്തെ നമ്മൾ പറയാനല്ല, നേരത്തെ പറഞ്ഞ സംഭവം ആളുമായി ബന്ധപ്പെട്ട സാധനങ്ങൾക്ക് പോലും ഇങ്ങനെ ശരീരത്തിന്റെ ഭാഗമായിട്ട് കുറെ കാണാം. മുടി, റസൂൽ മുടി പിന്നെ വെട്ടിയാൽ എന്താ ചെയ്യാ? റസൂൽ ഒരു സാഹിബിനെ വിളിച്ചിട്ട് പറയാൻ മുടി കളഞ്ഞപ്പോൾ അതിന് പകുതി ഒരു സാഹിബി കൊടുത്തു, ബാക്കിയുള്ളത് മുഴുവൻ ഓരോരുത്തർക്കടി വീതം വെച്ചു. മുടി വീതിക്കുക, ഓരോരുത്തർ ഓരോ മുടി പോവാം. നമുക്ക് മാനസികമായി ചിന്തിച്ചാൽ ഇന്ന് എത്ര വലിയ നേതാവാണെങ്കിലും ആരെങ്കിലും ഇതൊക്കെ ചെയ്യും. അപ്പൊ അവരിത് കൊണ്ടുപോയിട്ട് വെക്കുകയാണ്. ഇപ്പൊ ഖാലിദ് ബിൻ വലീദ് ചരിത്രത്തിൽ കാണുന്ന ചരിത്രം, ഒരു യുദ്ധം ശക്തമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഖാലിദ് ബിൻ വലീദ് പെട്ടെന്ന് യുദ്ധം നിർത്താൻ ഓർഡർ. മൂപ്പരാണ് യുദ്ധത്തിന് ക്യാപ്റ്റന് നിർത്തിയേക്കാൻ പറഞ്ഞ യുദ്ധം നിൽക്കുമല്ലോ, നിർത്തിയേക്കാൻ പറഞ്ഞു. എന്നിട്ട് മൂപ്പർ പറഞ്ഞു എന്റെ തൊപ്പി പോയിന്. അങ്ങനെ എല്ലാവരും കൂടി മൂപ്പര് തൊപ്പി തരും. യുദ്ധം നിർത്തിച്ചിട്ടാണ് തൊപ്പി തരും. കുട്ടി നോക്കുമ്പോൾ ഒരു കീറ തൊപ്പിയുള്ളേ, നമ്മളെ ഭാഷ പറഞ്ഞ കീറ തൊപ്പി. അപ്പൊ സ്വഹാബാക്കൾ ചോദിച്ചു, ഈ കീറ തൊപ്പിക്കാ യുദ്ധം നിർത്തി തരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പർ പറഞ്ഞു, ഈ തൊപ്പിന്റെ ഉള്ളില്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി അന്ന് വിതരണം ചെയ്ത മുടി ഉണ്ടായി വളയുമോ അത് വെച്ച് തുന്നി തുന്നി പിടിച്ചു. പിടിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ യുദ്ധത്തിലൊക്കെ ജയിക്കുന്നത്. ഈ തൊപ്പിട്ട് അപ്പൊ ഈ നയിച്ച ഒരു യുദ്ധവും പരാജയപ്പെട്ടിട്ടില്ല. ഇതാണ് സ്വഹാബത്തിന്റെ തബറുക്കാണ് ഈ പറയുന്നത്. ഇപ്പൊ ഇവരുടെ ഈ യുക്തി വെച്ചിട്ട്, ഇപ്പോഴുള്ള വഹാബികളുടെ യുക്തി വെച്ച് ഇവരൊക്കെ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തല്ലേ. അസ്മാ റളിയല്ലാഹു അൻഹ വസ്ത്രം ഇട്ടിട്ട് അതിന്റെ വെള്ളം കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ തബറുക്ക് എടുക്കുക എന്നുള്ള സ്വഹാബത്ത് നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. ഏത് സ്വഹാബത്ത്? അസ്ഹാബിക നുജൂം എന്ന് വിധങ്ങൾ പറഞ്ഞ, നമ്മളോട് പിൻപറ്റാൻ പറഞ്ഞ സ്വഹാബത്ത് ബറക്കത്തെടുത്ത സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പൊ തബറുക്ക് എന്ന് പറയുന്നത് ഇസ്ലാമിൽ അടിസ്ഥാനപരമായി ഉള്ളൊരു വിഷയമാണ്. ഈ സംഭവങ്ങളിലൂടെ സഹാബാക്കളും താബീങ്ങളും ഒക്കെ തുടർന്ന് വന്ന ഒരു സംഭവമാണ്. ഒന്നാണ്. മുൻകാല പ്രവാചകന്മാരിൽ ഒരുപാട് ഇത്തരം സംഭവങ്ങൾ കാണാലോ. അതായത് അവരല്ല വ്യക്തിത്വം, അവരുടെ മുജിദാത്തായിട്ടല്ല, അവരുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ. വസ്ത്രത്തിന്റെ തന്നെ ഇപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെയും ബിന്യാമിൻ അവരെയും കാണാതെ ദുഃഖിതനായി കാഴ്ചയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ അവസാന സഹോദരന്മാർ സൂറത്ത് യൂസുഫിൽ വളരെ മനോഹരമായി വിശദീകരിക്കുന്ന ചരിത്രമാണ്. അങ്ങനെ അവസാന സഹോദരന്മാർ പിന്നെ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ അരികിൽ ചെന്നു, കാര്യമൊക്കെ ബോധ്യപ്പെട്ടു. ഇത് യൂസുഫ് അലൈഹി ഇസ്ലാം ഞങ്ങൾ കിണറ്റിലിട്ട സഹോദരനാണെന്ന് ബോധ്യപ്പെടുന്നു. അങ്ങനെ ഉപ്പാന്റെ വിശേഷം ചോദിക്കും. അപ്പോൾ ഉപ്പാടെ വിശേഷം ചോദിക്കുമ്പോൾ ഉപ്പക്ക് കാഴ്ച പോയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം എന്ത് ചെയ്യുന്നു? ഈ യൂസുഫ് അലൈഹി ഇസ്ലാം പറയുന്നത്, നിങ്ങൾ എൻ്റെ ഒരു കമീസ് കൊടുക്കുക. ഏത് കമീസിന്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കിണറ്റിൽ വീണപ്പോൾ ധരിച്ചിരുന്ന ആ കമീസിന് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം പറഞ്ഞാൽ നമ്മുടെ എപ്പിസോഡ് കുറെ നീണ്ടുപോയി. വലിയൊരു ചരിത്രം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമൊക്കെ ബന്ധപ്പെട്ട ഒരു ചരിത്രം അതിലുണ്ട്, ആ വസ്ത്രം. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാം പറയുന്നുണ്ട്, ഇദ്ഹബു ബി ഖമീസി ഹാദ. സഹോദരന്മാരോട് പറയാണ്, നിങ്ങൾ ഇനി വീട്ടിലേക്ക് പോകുമ്പോൾ ഉപ്പാക്ക് കാഴ്ചയില്ല എന്ന് പറയുമ്പോൾ പറയാണ്, നിങ്ങൾ എൻ്റെ ഈ വസ്ത്രമായിട്ട് പോകൂ. എന്നിട്ട് ഫൽഖുഹു അലാ വജ്ഹി അബി, എൻ്റെ ഉപ്പാന്റെ മുഖത്ത് ഈ വസ്ത്രം ഇടൂ. അങ്ങനെ ഇട്ടാൽ യഅതി ബസീറ, ഉപ്പാന്റെ കാഴ്ച തിരിച്ചു കിട്ടും. ഏതെങ്കിലും ഇങ്ങനെ ഐ ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇന്ന മരുന്ന് കുടിക്കാനല്ല പറയുന്നത്. എൻ്റെ ഈ വസ്ത്രം നിങ്ങളുടെ കൊണ്ടുപോയിടും ഉപ്പായുടെ മുഖത്തേക്ക്. അതോടുകൂടി ഉപ്പ ആരാകും? യഅതി ബസീറ, ഉപ്പാന്റെ കാഴ്ച തിരിച്ചു കിട്ടും. ഇതാണ് ഈ തബറുക്ക്. അത് യൂസുഫ് അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ടതാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ടതാണ് ഈ വസ്ത്രം. വസ്ത്രം പുറപ്പെട്ടപ്പോ യാക്കൂബ് നബി ഇവരറിയുന്നുണ്ട്. യൂസുഫ എന്ന് പറയുന്നുണ്ട്. യൂഹ് നബിന്റെ വാസന എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ മറ്റൊരു പോലെ നിങ്ങൾക്ക് എന്താ ഭ്രാന്താണെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം എന്നോ മരിച്ചുപോയവരെ കണക്കിലുള്ള യൂസുഫ് നബിന്റെ വാസന അവിടെ കിട്ടുന്നത്. ഇതൊക്കെ അത്തരം നബിമാരിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പിന്നെ എന്ത് പറയണം? സയ്യിദുൽ അംബിയാ വൽ മുർസലീൻ, ഇവരൊക്കെ നേതാവ്. അപ്പൊ യൂസുഫ് അലൈഹി സ്വലാമിൽ പോലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലും വലുതല്ലേ നമ്മൾ പ്രതീക്ഷിക്കണ്ടേ? അപ്പൊ അതില്ലാന്ന് സ്ഥാപിക്കാനാണ് ഈ ഒരു മാസം കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന വഹാബികൾ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വൈരുദ്ധ്യ വിഷയം. നമ്മൾ ആ പ്രവാചക സ്നേഹം എങ്ങനെ ഊട്ടിയുറപ്പിക്കാൻ പുതിയ കാലഘട്ടത്തിൽ അതിനുള്ള വഴികൾ തേടുകയല്ല, മറിച്ച് അതിനെ കൂടുതൽ നമ്മൾ സമർപ്പിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ സമർപ്പിക്കുന്നവരെ ഇകഴ്ത്താൻ എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ഒരു ഭാഗത്ത് എടുക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രവാചകന്റെ അനുയായികളാണെന്ന് പറയുന്നു എന്നുള്ളതാണ് ഇതിലൊരു കോൺട്രാഡിക്ഷൻ. ഓക്കെ, നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം.